നടങ്ങി ഇരുന്നിട്ട് വേണ്ട ഇതെല്ലാം കൂടെ താഴെ ചിലങ്ങോട്ട് ഞാൻ പൊന്നാണോ ഇത് മാമി പൊന്നോനാണ് ആണോ ഇങ്ങോട്ട് വന്ന് മാമി ഒരു ഉമ്മ തരട്ടെ ഇങ്ങോട്ട് വന്ന് ഒരു ഉമ്മ തരട്ടെ എന്റെ മക്കളെ കേട്ടോ പാട്ട് കേട്ടു എവിടെ പാട്ട് കുഞ്ഞു പാപ്പ തരട്ടെ മാമി മാമി ഏതാണ്ട് ഇളകിപ്പോയി. ഉള്ളിപ്പൂ എത്തോ ഹായ് വെക്കല്ലേ കല്ലോ കുഞ്ഞിക്കല്ലോ കുറച്ച് കളയാതെ മാമിക്ക് തോരൻ വെക്കാനാ തോരൻ വെക്കാനാന്ന് എന്ത് ചെയ്യില്ല അവള് മുറ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ കുളിക്കാനങ്ങാണ്ട് കയറിയതാണെന്ന് തോന്നുന്നു. കുളിച്ചല്ലേ ചൂട കൈ പൊള്ളിയോ? ഓ എനിക്ക് വേണ്ട. ചൂടാ ഇങ്ങനെ പിടി, പാത്രത്തോടെ പിടി, തണുക്കട്ടെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ചോറുണ്ടേ പാത്രം ഇട്ടു. ഇന്ന് മോനിക്കുട്ടാന് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി ചോറ് കൊണ്ടുപോകണം എന്ന് തോന്നി. ഞാൻ ഇച്ചിരി ചോറ് കൊണ്ടുപോയി. പിന്നെ ഇതൊക്കെ അപ്പുറത്ത് രാവിലെ കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുത്തു വിടുന്നതിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നൂഡിൽസും പാലും കാപ്പിപ്പൊടിയും മേടിച്ചു. പിന്നെ മീൻ മേടിച്ചു, കണ്ണനയില. അപ്പം ഞാൻ അപ്പുറത്തേക്ക് കൂടെ കൊടുത്തു. ഇവിടത്തേക്കുള്ളതെങ്കിൽ കൊണ്ടുപോരുന്നു. ഇതാട്ടോ കുക്കു കഴുകി തന്നതാണ്. ഇങ്ങനെ മസാലയൊക്കെ പരത്തിയെടുക്കണം, വറക്കാനാണ്. കറി വെക്കാൻ നല്ലതാ, പക്ഷേ ഇന്നലെ മോനിക്കുട്ടൻ മീൻ വറുത്തത് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്നത് വറക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പിന്നെ ഇത് ഉള്ളിത്തണ്ട്, ഇതും മോനിക്കുട്ടന് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, ഇഷ്ടമാണ്. അപ്പോൾ അതിന് വാങ്ങിച്ചത് കുറച്ച് അപ്പുറത്ത് കൊടുത്തു. പിന്നെ തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, പിന്നെന്തോ ഒരു കുഞ്ഞൊരു ചേന മെഴുക്കുവരട്ടി വെക്കണം. ഒത്തിരി നാളായി ചേന മെഴുക്കുവരട്ടി വെച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിഷ്ടമുള്ള സാധനങ്ങളെ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടോ? ഇല്ല കേട്ടോ. എന്തൊരു ചൂടാ, ഭയങ്കര ചൂടാട്ടോ. പിന്നെ മോനുകുട്ടൻ ട്യൂഷന് പോയേക്കുന്നു. ഇന്നലെ ഞാൻ ഇച്ചിരി താമസിച്ചാണ് ചെന്നത്. അപ്പം തന്നെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം സംസാരിച്ച് നിൽക്കാതെ എളുപ്പം കുളിച്ച് മീൻ മസാലയും പരട്ടി വെച്ച് കുളിച്ച് മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് വരട്ടെ. അല്ലെങ്കിൽ പിന്നെ തന്നെ ഇരിക്കണം. എനിക്ക് വിഷമം വന്ന് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ചോറ് ഞാൻ കുക്കറിനകത്ത് ചോറ് അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ രസമുണ്ട്, മീൻ വറുത്തതും എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കണം. ഇത് നാളെ
തോരൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ ഇതങ്ങ് എടുക്കും, ചിലപ്പോൾ കേടായി പോയാലും ഇനി ഇതെടുക്കാം. ഇത് തോരൻ വെക്കാം കേട്ടോ. എടുത്ത് വെച്ചിട്ട് മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വന്നു, വണ്ടി കൊണ്ടുവെക്കാൻ പോയി. അവിടെ ഇരിപ്പുണ്ട്, കുറച്ച് കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ്. അപ്പോൾ ഇനിയിപ്പം മീൻ, ഈ മീനാട്ടോ ഞാൻ രണ്ടായിട്ട് മുറിച്ച് അത് മസാല വെക്കാൻ വെച്ചിട്ട് കുളിക്കാൻ നോക്കും. പിന്നെ വന്ന് മീനെ തൊടണ്ടാലും എന്നില്ല. കണ്ണനയലെന്ന് പറയും. അയലയുടെ കൂട്ട് തന്നെ എൻ്റെ വാലിൻ്റെ അവിടെ ഒരു മുള്ളു പോലൊരു സാധനം കാണുമേ. അതുകൊണ്ട് അതാണ്, ആ മീനാണ് ഈ മീൻ, കണ്ണനയല. വേറെ വലിയ കിളിമീൻ ഉണ്ടായിരുന്നു, കിലോയ്ക്ക് 300 രൂപ, 5 എണ്ണം 1 കിലോ എന്ന് പറഞ്ഞു. ഇതൊന്ന് അരച്ചെടുത്തെന്ന് വരട്ടെ. കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഉള്ളിത്തണ്ടരിയാം, ഒരു തോരൻ വെക്കാം. അപ്പം രസവും തോരനും മീൻ വറുത്തതും അത് മതി. കൂക്കൂനും പല്ലുവേദന, ചെള്ളയ്ക്കെല്ലാം നീര്. ഞാനിപ്പോൾ ഡോക്ടറെ കണ്ടു, ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും അങ്ങ് നീരായിട്ടിരിക്കുക. നമ്മുടെ മാളുവിൻ്റെ മോതിരവീടിൻ്റെ വീഡിയോ കണ്ടപ്പോൾ കുറേ പേർക്കൊക്കെ ആകപ്പാടെ കൺഫ്യൂഷനായിപ്പോൾ കേട്ടോ. പാർക്കുട്ടിയും കുക്കൂനെയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മാമൻ്റെ മോളാണെന്നൊക്കെ. പാറു എല്ലാവർക്കും കൺഫ്യൂഷനായിപ്പോയി. അപ്പം ഞാൻ പറയട്ടെ, എൻ്റെ അമ്മയുടെ വീട്ടിൽ 4 പെണ്ണും 4 ആണുമാണ്, 8 മക്കളാണ്. അപ്പം ഏറ്റവും മൂത്തത് വല്യമ്മച്ചിയാണ്, അതായത് ഷാജി അണ്ണൻ്റെ അമ്മ, സുജിയുടെ ഭർത്താവ്, മാളുവിൻ്റെ അച്ഛൻ. വല്യമ്മച്ചിയുടെ മോനാണ് ഷാജി അണ്ണൻ. അപ്പോൾ ഷാജിയുടെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആണുങ്ങളിൽ ഏറ്റവും മൂത്ത ആള് സുജിയുടെ അച്ഛനാണ്. മാമൻ മരിച്ചുപോയി, അവരങ്ങനെയാണ് കല്യാണം കഴിച്ചത്, മുറപ്പെണ്ണും കുറച്ചെറുക്കനും കൂടെ. അപ്പം ഈ പറയുന്ന പോലെ ഇപ്പം എൻ്റെ ആങ്ങളുടെയും കുക്കുൻ്റെയും കാര്യം പറഞ്ഞാൽ നമ്മളങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതോ അവർ വർഷങ്ങളായിട്ട് സ്നേഹത്തിലിരുന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ജീവിത സാഹചര്യങ്ങൾ വന്ന് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയതാണ്. നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊന്നുമല്ല, 2 പേരുടെയും കാര്യങ്ങൾ കേട്ടോ. അപ്പം അങ്ങനെയാണ് ഷാജിയുടെ സുജേച്ചിയുടെ കാര്യം. പിന്നെ ഞാൻ പാർക്കുട്ടിയെ കാണിച്ചില്ലേ, അതെൻ്റെ ഒരു മാമൻ്റെ മോളാണ്. അതായത് കുക്കുവിൻ്റെ അച്ഛൻ്റെ നേരെ മൂത്താണ് സത്യമാമൻ്റെ മോളാണ് പാർക്കുട്ടി. ഏറ്റവും ഇളയ ആളാണ് കുക്കുവിൻ്റെ അച്ഛൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മാമനുണ്ട്, മാമൻ മരിച്ചുപോയി. മാമനൊരു മോളുണ്ട്, അവരിവിടെ അല്ല, അവർ ആന്ധ്രയിലാണ്, അവർ ഹൈദരാബാദിലാണ്. അപ്പം അവരൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ബന്ധങ്ങൾ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു വീട്ടിൽ പോയില്ലേ, ചിന്നുവിൻ്റെ വീട്ടിൽ പോയില്ല. അതെൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ്, അമ്മയുടെ നേരെയുള്ള അനിയത്തിയുടെ മോളാണ് കേട്ടോ. അവിടെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് ചെന്നിത്തലയാണ്, അവിടേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബന്ധങ്ങളുടെ കിടപ്പ് വശം. അപ്പോൾ ഞാൻ ഇപ്പോഴത്തേക്കുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. 6 മീനുണ്ടായിരുന്നു, 3 എണ്ണം ഞാൻ അപ്പുറത്ത് കൊടുത്തു. അവിടെ ഒന്നുമില്ലായിരുന്നു, മീനൊന്നും ഇല്ലായിരുന്നേ. അപ്പോൾ അവർ വറുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു, വറുത്തെടുക്കാൻ ഞാൻ പറഞ്ഞു. നാളെ ഇനി അമ്മയ്ക്ക് വെള്ളിയാഴ്ച നോക്കുമ്പോൾ അതുകൊണ്ട് മീൻ വേണ്ടാന്ന് പൂക്കനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കഴിക്കാമല്ലോ, അല്ലെ ഇന്നെടുത്താൽ അമ്മയ്ക്കും കഴിക്കാമല്ലോ. രാത്രി ചോറിനാൻ വറക്കുമായിരിക്കും. ഞാൻ വെട്ടിക്കൊണ്ടാവാം കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു പ്രയാസമില്ല, മസാല കരത്തി ഇങ്ങോട്ട് വറുത്താൽ മാത്രം മതി. കഴുകാൻ മറക്കരുത്. അപ്പം പിന്നെ ഞാനൊന്ന് കുളിച്ചേച്ചും വരാം, എന്നിട്ട് നമുക്ക് ഉള്ളി തണ്ടരിഞ്ഞ് തോരൻ വെക്കാം. ചോറൊന്ന് തിളപ്പിച്ചിട്ട് വാർത്തിടാം. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അരിയാൻ പോവാം. തൊണ്ടയ്ക്ക് എന്തോ ഒരു കിച്ച് എവിടെയും
തീരുന്നരിയ അരിയുമ്പോൾ കണ്ണ് നീറും ഉള്ളിച്ചണ്ട്. ഇതിൻ്റെ കൂടെ കുറേ ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്താൽ നല്ലതാണെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ചുവന്നുള്ളി എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇനി അത് കഴിയും എനിക്ക്. എരിയുള്ള മുളകാട്ടോ, കണ്ണ് ആ മണം. നാളിത് മോനിക്കുട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് കൂട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇങ്ങനെ പിടിച്ചൊന്നും അരിയാൻ വയ്യ എൻ്റെ പ്രിയങ്ങളെ. അതുകൊണ്ടാണ് തീരെയൊക്കെ ഇരിക്കുന്ന കാണുമ്പം വാങ്ങിക്കണമെന്നൊക്കെ തോന്നും. നേരത്തെ അമ്മയുടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഇതൊന്നും വയ്യാലും. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുഞ്ഞോനെയും കൊണ്ട് പാടാണ് മെനക്കെട്ടുള്ള ജോലികളൊക്കെ. അതുകൊണ്ട് എനിക്ക് പറയാൻ മടിയാ. പറഞ്ഞാൽ അവൾ ചെയ്യും. കണ്ണ് നേറുന്നു. അപ്പം ഞാൻ ഇതെല്ലാം പരിചരിക്കട്ടെ, പിന്നെ കാര്യം പറയാം. അയ്യോ, അതെന്റെ കണ്ണ് കണ്ടോ? കൂടട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് നമ്മളൊരു പാലത്തേലൊക്കെ പോയ കൺവെൻഷൻ നടക്കുന്ന സ്ഥലമാണ്. അവിടെ കൺവെൻഷൻ തുടങ്ങി കേട്ടോ. നമ്മളൊരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നു. എല്ലാ വർഷവും നമ്മൾ പോകുന്നതാണ്. ഈ വർഷം ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. ചോറ് തിളച്ച് ഞാനതൊന്ന് വാർത്തിടട്ടെ. ചോറ് വാർത്തിട്ടു. ഇതരയ്ക്കട്ടെ നമ്മുടെ തോരനുള്ളത്. തോരൻ വയ്ക്കാം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. മോനിക്കുട്ടൻ ടൂറിന് പോയപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ ചെന്ന് മോനിക്കുട്ടനോട് മിണ്ടി. കൊച്ചു കുട്ടികളാണോ വലിയ ആളാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കെസിയ എന്നാ പേര് പറഞ്ഞത്. അപ്പം ആരായിരുന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെവിടെ ചെന്നാലും നമ്മളോട് വന്ന് മിണ്ടാൻ, നമുക്കൊരു പുഞ്ചിരി സമ്മാനിക്കാൻ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മോനിക്കുട്ടൻ എന്നോട് പറഞ്ഞു, വന്നതിൻ്റെ പിറ്റേന്ന് പറഞ്ഞു. അപ്പം ഞാനത് വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ് കേട്ടോ. പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, കടുക് വറുത്തു, പിന്നെ അരപ്പം. ചുവന്നുള്ളി ഇടാത്തതിൻ്റെ സങ്കടം കൂടെ ഞാൻ അരപ്പിട്ട് തീർത്തിട്ടുണ്ട്. ഒന്നാന്തരമായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അരകല്ലയിൽ അരച്ചിട്ട്
കല്ല് കഴുകി എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിക്കകത്ത് അരച്ചിട്ട് അത് കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇനി അത് ഇളക്കി ഉപ്പിട്ട് അടച്ചു വെക്കാം. നോക്കട്ടെ എന്തായിന്ന് നോക്കാം. റെഡിയായോ? റെഡിയായി. ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. നമുക്ക് ഓരം വാങ്ങി വെക്കാൻ പോവാണേ. റെഡിയായി. മീൻ വറുത്ത് കഴിയുമ്പോൾ ഇവിടെ എല്ലാം അഴുക്കാവും. എനിക്ക് അതാണ് വിഷമം. മീനകത്ത് ഇടാനുള്ള കറിവേപ്പിലയുടെ ഉള്ളു കേട്ടോ. അരിയൊക്കെ ഉണങ്ങി. കാണിച്ച്. ഓ ജാനിക്കുട്ടിക്കും ഉണ്ടല്ലോ. ജാനിക്കുട്ടി അതും കൊണ്ട് ഒട്ടിക്കുന്നത്. അമ്മ എനിക്ക് കൂടി മേടിച്ചു തരും. മേടിച്ചു തന്നല്ലോ, ഇനി എന്തിനാ? അല്ല, എനിക്ക് ചൂടാൻ വേണം. ഒരു ചേച്ചിയില്ലേ 200 200 അത്രയും കാർഡ് കളക്ട് ചെയ്തു മേടിച്ചാണ് കേട്ടോ. 2 ഒരെണ്ണത്തിന് 10 രൂപയും കൊടുക്കും. എനിക്കറിയത്തില്ല വില. അവിടെ ഇട്ടിട്ടില്ലേ ചോദിക്കണം. 1 രൂപയാണെങ്കിൽ 10 എണ്ണം മേടിക്കണം. 10 രൂപ. 5 രൂപയാണെങ്കിൽ 2 എണ്ണം. അല്ല, 5 രൂപയാണെങ്കിൽ 3 എണ്ണം. ചോറിനാകളോ ഇതൊക്കെ മേടിക്കാൻ കിട്ടുമോ? ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെയിൻബോ ഉണ്ട്, കുറേ ഉണ്ട്. രാവിലത്തേക്ക് പിന്നെ വരാം. വാഴയില ഇന്നത്തെ അത്താഴം വിളമ്പട്ടെ. മീൻ വറുത്തതും എരിയക്കവും തോരൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. മീൻ വറുത്തത് അമ്മ വാങ്ങിച്ചോണ്ട് തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ നാളെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ല, അതാ. എന്തോ ഇതോ ഒരു രസം ഒഴിക്കാം. വെള്ളനാരങ്ങ കേട്ടോ. അപ്പൊ കഴിക്കട്ടെ. എന്നത്തെ പോലെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം, സന്തോഷം. എല്ലാവരുടെയും നല്ല വാക്കുകൾക്കൊക്കെ നന്ദി കേട്ടോ. അപ്പൊ നമുക്കിനി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് യാത്ര പറയാം. ടാറ്റാ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.